മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. TG മോഹൻദാസ് മട്ടാഞ്ചേരിയിൽ എത്തിയിരിക്കുന്നു. രാജദ്രോഹി ചെറ്റകളെ ദേശീയതയുടെ ശബ്ദമിതാ, ദേശീയതയുടെ ശക്തി ഇതാ. രാജദ്രോഹിയുടെ പേരിൽ സ്വപ്നം, രാജദ്രോഹിയുടെ പേരിൽ സ്വപ്നം. TG എന്നൊരു വിസ്താരം, TG എന്നൊരു വിസ്താരം. ഐക്യദാർഢ്യം, 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 ഐക്യദാർഢ്യം. TG ഐക്യദാർഢ്യം, TG ഐക്യദാർഢ്യം. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. നിങ്ങൾ കണ്ടില്ലേ എത്ര സുന്ദരമായ കാഴ്ചയാണ്. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളിലും വാർത്തയായിട്ട് വരില്ല. അതേ സമയത്ത് TGയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളുടെ ഒരു ആവേശം സകലരും കണ്ടതല്ലേ. യജാതി ആവേശമായിരുന്നു. 2.5 മണിക്കൂറോളം പ്രമുഖ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടി തന്നെ VD സതീശന്റെ പോലീസ്, രമേശ് ചെന്നിത്തലയുടെ പോലീസ് അവിടെ കാത്തിരുന്നു. 2.5 മണിക്കൂറാ പരിശോധന നടത്തിയത്. TG മോഹൻദാസിന്റെ വീട്ടിലെ ഏത് TG മോഹൻദാസ് ഒരു ഫോൺ വിളിച്ചാൽ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമായിരുന്ന TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് നിരവധി പോലീസ് സന്നാഹമായിട്ട് എത്തിയിട്ട് 2.5 മണിക്കൂർ പരിശോധന. ഇതങ്ങ് ആഘോഷമാക്കി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. TG മോഹൻദാസിനെ പുഴുങ്ങി തിന്നാൻ പോവുകയാണ് എന്ന തരത്തിലായിരുന്നു സകല മാധ്യമങ്ങളിലും വാർത്ത വന്നത്. എന്നാൽ TG മോഹൻദാസ് പോലീസ് വാഹനത്തിൽ ഇരുന്ന് പുഞ്ചിരിച്ചുകൊണ്ടങ്ങ് യാത്രയായതാ. കാരണം എന്താ? TG മോഹൻദാസിന് അറിയായിരുന്നു ഇതൊക്കെ ഏത് രീതിയിലേക്ക് എവിടം വരെ പോകുമെന്ന്. അത് പോലീസിനോ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കോ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോ എങ്ങനെയുണ്ട്? അദ്ദേഹം വരുന്ന വഴികളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. ഇന്ന് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ TG മോഹൻദാസിന് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനം രമേശ് ചെന്നിത്തലയുടെ പോലീസ്, കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാ ഈ അറസ്റ്റിലൂടെ ഇപ്പോ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ കേരളത്തില് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ BJPക്ക് വലിയ വളർച്ചയാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ പോലും അപമാനിച്ചോ, നരേന്ദ്രമോദിയെ അപമാനിച്ചോ, നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ചിട്ട് ഇവിടെ ഒരു പോലീസ് പോയിട്ട് അവിടെ പോയിട്ട് ഈ ജാൻമണിയുടെ വീട് വളഞ്ഞ് 2.5 മണിക്കൂർ ഒരു തിരച്ചിലും ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടില്ല. കോടതിയിൽ വൈകുന്നേരം വരെ ഇരുത്തിച്ചിട്ടില്ല. ഒരു അംജദ് അലി വയനാട്ടിൽ നിന്ന് വണ്ടി കയറി ലോകം അവസാനിപ്പിക്കാൻ അവൻ വണ്ടി കയറിയിട്ടുള്ളത്. ഇവനെതിരെയും നമ്മുടെ കേരള പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല. മറ്റൊരുത്തൻ മുഹമ്മദ് അനസ് എന്താ ചെയ്തിട്ടുള്ളത്? പാർലമെന്റ് ബുൾഡോസർ വെച്ച് തകർക്കണമെന്ന രീതിയിലൊക്കെയാ, അടിച്ച് തകർക്കണമെന്ന രീതിയിൽ മുഹമ്മദ് അനസ് വീഡിയോ ചെയ്തു. എന്നിട്ട് കേരള പോലീസ് മുഹമ്മദ് അനസിന്റെ വീട്ടിൽ പോയിട്ട് റെയ്ഡ് നടത്തിയോ? 2.5 മണിക്കൂറോളം അന്വേഷണം നടത്തിയോ? ആ വീഡിയോ ചെയ്ത ഫോൺ പിടിച്ചെടുത്തോ? അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പിടിച്ചെടുത്തോ? ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. എന്നാൽ TG മോഹൻദാസിന് നേരെ മാത്രം ഇവിടെ ക്രൂരത കേരള പോലീസ് ചെയ്തു. കേരള പോലീസ് നെറുകേട് ചെയ്തു എന്നുള്ളത് സാധാരണക്കാര് മാത്രമല്ല പറഞ്ഞത്. കോടതി കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു. പോലീസിനെടുത്ത് ആറ്റിലെറിയുന്നതിന് സമമായിട്ട് എന്തേ നോട്ടീസ് കൊടുക്കാത്തത് എന്ന്
പോലീസിന്റെ മുഖത്ത് നോക്കി കോടതി ചോദിച്ചു, പോലീസ് നെറികേട് ചെയ്തു എന്ന് പറഞ്ഞു. പോലീസിന്റെ ആ പ്രതി അവിടെ നിന്ന് മാറും. തെളിവില്ലാതെയായിപ്പോ അത്തരത്തിലുള്ള വാദങ്ങളേക്ക് കോടതി എടുത്തങ്ങ് ആറ്റിലെറിഞ്ഞിട്ടുണ്ട്. ഒരു വന്ധ്യവയോധികനെ കേരള പോലീസ് ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിച്ചു. വൈകിട്ട് വരെ കോടതി പിരിയുന്നത് വരെ കാത്തിരുന്നു. കാരണം എന്താണെന്നറിയോ? TG മോഹൻദാസ് പറഞ്ഞ വിഷയത്തിൽ ജയിലിലേക്ക് പോകാനെന്നും മാത്രമുള്ളൊരു നിയമവിരുദ്ധതയും TG മോഹൻദാസ് ചെയ്തിട്ടില്ല എന്ന് പോലീസിനറിയാം, എന്ന് UDF സർക്കാരിനറിയാം. എന്നാൽ TGയെ ഉള്ളിലിട്ടാൽ കേരളത്തിലെ സുഡാപ്പികളെ, മൗദൂദികളെ, തീവ്ര ചിന്താഗതിക്കാരെ, മുസ്ലിം ലീഗിലേക്ക് സുഖിപ്പിക്കാം. മുസ്ലിം ലീഗ് അണികൾക്കൊന്ന് സമാധാനത്തിൽ മുന്നോട്ട് പോവാം. അതിനുവേണ്ടി TG മോഹൻദാസിനോട് കേരള സർക്കാർ ക്രൂരത ചെയ്തു. ഇതൊക്കെ ഇവന്മാരെ, ഈ സുഡാപ്പികളെയൊക്കെ പ്രീണിപ്പിക്കാനാണ് എന്നൊന്നും പറയുന്നത് വെറുതെയല്ല. TG മോഹൻദാസ് സുഡാപ്പികൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. അത്തരത്തിലുള്ളൊരു ഉദാഹരണം ഞാനൊന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്നും കേട്ടു. ഇവർക്ക് എന്തറിയാൻ രാജ്യവിരുദ്ധത എന്താണെന്ന്? അവിടെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക രാജ്യവിരുദ്ധതയല്ലേ? വിഘടനവാദത്തിന്റെ തുടക്കമല്ലേ അത്? ഒമർ ഖാലിദിനെ തുറന്നു വിടുക, ഇത് രാജ്യവിരുദ്ധതയല്ലേ? അയാൾ രാജ്യദ്രോഹ കേസ് UAPA കേസിൽ അകത്ത് കിടക്കുകയാണ് ഒമർ ഖാലിദ്. അയാളെ തുറന്നു വിടണമെന്ന് ആവശ്യപ്പെട്ട് നീറ്റ് സമരമാണോ എന്ത് സമരമാണോ അവിടെ നടന്നത്? നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് ഉമർ ഖാലിദിനെതിരെയൊക്കെ കൃത്യമായിട്ട് TG മോഹൻദാസ് നിരന്തരം സംസാരിക്കാറുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം, അതിൽ കൃത്യമായിട്ട് രാജ്യവിരുദ്ധരുണ്ട് എന്ന് നിരന്തരം TG മോഹൻദാസ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും സഹിക്കാത്തതാർക്കാ? കേരളത്തിലെ സുഡാപ്പികൾക്കും ഔദ്യോഗികൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ അല്ലേ? അപ്പൊ അവരെ ഒന്ന് അങ്ങ് സുഖിപ്പിക്കണം. അതിനുവേണ്ടി UDF സർക്കാർ ചെയ്തിട്ടുള്ളൊരു തോന്നിവാസമാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളം ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും അവർ സുഡാപ്പികളെ എങ്ങനെയാണ് സുഖിപ്പിക്കാറ് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടി മുന്നോട്ട് വെക്കാം. അന്താരാഷ്ട്ര തീവ്രവാദി അബ്ദുൽ നാസർ മഹ്ദിക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആളുകളല്ലേ കേരളത്തിലെ UDF-ഉം LDF-ഉം? ഇവരല്ലേ TG മോഹൻദാസിനെ പൂട്ടാൻ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്? ഈ പൂട്ടാൻ ശ്രമിച്ചിട്ടിപ്പോ എന്തായി? TG മോഹൻദാസിന്റെ കരുത്ത് കൂടി കേരളത്തിൽ രാഷ്ട്രീയം പോലും ചിന്തിക്കാത്ത ആളുകളുണ്ട്, കുറച്ചധികം ആളുകൾ തന്നെ. അവര് പോലും TG മോഹൻദാസ് എന്ന വിഷയം എന്താണ് എന്ന തരത്തിൽ ഇവിടെ കേരളത്തിൽ ഒരു ചർച്ച നടന്നു. കേരളത്തിൽ TG മോഹൻദാസിന്റെ സ്വീകാര്യത കൂടി, TG മോഹൻദാസ് എന്ന വ്യക്തിയുടെ ആ ഒരു പ്രൗഢി കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായി എന്നുള്ളതൊക്കെയാണ് യാഥാർത്ഥ്യം. ഈ അറസ്റ്റ് കൊണ്ട് കേരള സർക്കാരിന് പരാജയം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതേ സമയത്ത് BJPക്ക് ഇവിടെ വളർച്ച കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ ജാൻമണി, അതേപോലെ തന്നെ മുഹമ്മദ് അനസ്, അതേപോലെ തന്നെ അംജദ് അലി, ഇത്തരം ആളുകള് ഇതേ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കലാപവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രസ്താവനകൾ നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിച്ചുകൊണ്ട് നടത്തിയിട്ട് ഒരു അറസ്റ്റും ഇല്ല, ഒരു അന്വേഷണവും ഇല്ല, ഒരു വീട്ടിൽ പോയിട്ടുള്ള റെയ്ഡും ഇല്ല. മറിച്ച് TGയെ മാത്രം ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ BJP ഇതിലൂടെയൊക്കെ വലിയ വളർച്ച നേടും. കാരണം എന്താണെന്നറിയോ? കേരളത്തിൽ വിവേകമുള്ള മലയാളികളുണ്ട്, വലിയ രീതിയിൽ ചിന്തിക്കും. TGയോട് ചെയ്തത് ക്രൂരതയാണ്. ഒരു കാര്യം ഞാനങ്ങ് എടുത്തു പറയാം, പോലീസ് കോടതി കയറ്റിയിട്ടുള്ള TGയുടെ കരുത്ത് കൂടിയിട്ടേ ഉള്ളൂ. ഇത് UDF സർക്കാരിനോ പ്രതിപക്ഷത്തെ LDF-നൊക്കെ ക്ഷീണം മാത്രമേ സംഭവിക്കൂ എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.